ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അഭിഷ്ടമന്ത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത മഹേഷിനോട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. കാരണം ഡോക്ടർ ദേവികയെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇഷിതയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, എന്തിനാ മഹേഷെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? ഇവരിതെല്ലാം ഇതിനപ്പുറം ചെയ്യും. ഇവർക്ക് കുറച്ച് പൈസ കിട്ടിയാൽ മതി. അവരേത് പ്രവൃത്തിയും അവർ ചെയ്തു കൂട്ടും. എൻ്റെ കുഞ്ഞിനെ മഹേഷിന് വേണ്ടെങ്കിലും എനിക്ക് വേണം. ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം മഹേഷെ. എനിക്ക് ഇവരെ കാണാൻ, ഇവരോട് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. അതേപോലെ ഒരു നശിച്ച സ്ത്രീയാണ് ഇവര്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഞാൻ കുറേ ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം പ്രൊഫഷനെ ദൈവമായിട്ട് കാണേണ്ട ആ ഒരു ഇതിൽ ഇവര് പൈസ കൊടുത്ത് എന്ത് നീച പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവര് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത, ഞാനൊന്ന് പറയട്ടെ, ഞാൻ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്ത് സംസാരിക്കാനായിട്ട്? എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇവരെന്തിനാ ഇവിടെ വന്നത്? എല്ലാ ഡോക്ടർമാരെക്കാളും പ്രശസ്തിയേറിയൊരു ഡോക്ടറാണ് ഡോക്ടർ ദേവിക. അപ്പോൾ ഡോക്ടർ ദേവിക ഇവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇവിടെ ജോലിക്ക് ഒഴിവുണ്ടെന്നും ഞാൻ തന്നെയാണ് ഡോക്ടർ ദേവികയോട് ഇവിടെ ജോയിൻ ചെയ്തോളാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇഷിത കണ്ണും പിടിച്ച് മഹേഷിനെ നോക്കിയാണ്. എന്താ മഹേഷ് അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ? എന്തിനാ മഹേഷെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കുവാണോ? എടോ, ഞാൻ തന്നെ ചതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ മഹേഷെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനി വേറെ ആരെങ്കിലും ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്തും ചെയ്യും മഹേഷെ. ഇത് കേട്ട് കഴിഞ്ഞ് ഡോക്ടർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഡോക്ടർ ദേവിക ഓടി വന്നിട്ട് നമ്മുടെ ഇഷിതയുടെ കാൽക്കൽ വീണ്, ഇഷിത എന്നോട് ക്ഷമിക്കണം ഇഷിത, ക്ഷമ ചോദിക്കാൻ പോലുള്ള അർഹത എനിക്കില്ല. അപ്പം ഇഷിതയാണെങ്കിൽ എന്തീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കണം. ഇഷിതയോട് ഞാൻ ചെയ്തത് ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എത്ര മാപ്പ് ചോദിച്ചാലും അത് തേഞ്ഞു മാഞ്ഞു പോകില്ല ഇഷിത. പക്ഷേ എൻ്റെ കൊച്ചുമോളെ രക്ഷിച്ചത് ഇഷിതയാണ്. എൻ്റെ മകള് ഭർത്താവില്ലാത്ത അവൾ വിധവയാണ്. പക്ഷേ അവൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് നിൽക്കുന്നത് അവളുടെ മകൾ തന്നെയാണ്. ആ മകളിനെയാണ് ഇഷിത രക്ഷിച്ചിരിക്കുന്നത്. അവളുടെ മനസ്സിലെ ഇഷിത ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കരഞ്ഞ് കാല് പിടിച്ച് ഈ ഡോക്ടർ ദേവിക പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇഷിതക്ക് അതൊന്നും കേൾക്കണ്ട. ഇഷിതയാണെങ്കിൽ, നിങ്ങൾ എണീറ്റേ, എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല ഇഷിത, എന്നോട് പൊറുക്കണം ഇഷിത. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൊച്ചുമോളെയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു. പക്ഷേ രക്ഷപ്പെടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കൊച്ചുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എൻ്റെ മകൾക്ക് അവളെ സമ്മാനിച്ചതും ഒക്കെ ഡോക്ടർ ഇഷിതയാണ്. ആ ഇഷിതയോട് ഞാനിപ്പോൾ മാപ്പ് പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഇഷിതയാണെങ്കിൽ, നിങ്ങളോട് ഞാൻ എണീക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ എണീറ്റണ്ടേ എന്ന് പറയാം. അങ്ങനെ ഡോക്ടർ ദേവിക അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പം കൈ കൂപ്പി പിടിച്ചിട്ടാണ് നമ്മുടെ ഇഷിതയുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇഷിത, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. എൻ്റെ മോൾക്ക് ഭർത്താവില്ല. അവർ രണ്ടുപേരുടെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ മോളുടെ ഭർത്താവ് അവളെ വിട്ടു പോയി. അവളിനി മരിക്കണോ ജീവിക്കണോ എന്നൊരു വക്കിലാണ് നിർണയിച്ചത്. പക്ഷേ എൻ്റെ പൊന്നുമോളെ ഓർത്തുകൊണ്ടിട്ടാ അവളിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. പൊന്നു കൂടെയുള്ളത് കൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. അവൾ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ആ ജീവനെയാണ് ഇഷിത അവളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ഇഷിത അവളുടെ മനസ്സിലെ ദൈവം തന്നെയാണ്. എന്നെ ഇനി തെറ്റിദ്ധരിക്കരുത്. ഞാൻ കാരണം ഇഷിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി ഞാൻ ഇഷിതയെ ചതിക്കില്ല. ഒരു നാൾ ഞാൻ ചതിച്ചു. അത് ആ ഒരു വലയിൽ എനിക്ക് വീണു പോകേണ്ടി വന്നു. ആ മനസ്സുനി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഇഷിത. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് വേദനകളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രൊഫഷൻ തന്നെ വിട്ടാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചതാണ് ഇഷിത എന്നൊക്കെ എന്നെ പറയാണ്. ഇനി ഞാൻ ഇഷിതയെ ചതിക്കില്ല ഇഷിത, എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേവിക ഇങ്ങനെ കരയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുകയാണ്, എനിക്ക് മഹേഷിനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് പോയേ എന്ന് പറയാം. അങ്ങനെ ദേവിക പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്ക് എന്താ മഹേഷ് ഇത്? ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണ്. അവരുടെ മകളെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണ്. ഇപ്പോൾ മകള് വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നതാണ്. അവരിനി ചതിക്കില്ല. താനൊന്ന് ചിന്തിച്ച് നോക്ക്. വേറെ ഏത് ഡോക്ടറെ കാണാൻ പോയാലും അവരെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവർക്ക് പൈസ കൊടുത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവരെ മടക്കും. പക്ഷേ ഈ ഡോക്ടർ ദേവിക ഒരു പ്രാവശ്യം തന്നെ ചതിച്ചതാണ്. ആ ഡോക്ടർ ദേവിക വീണ്ടും തന്നെ ചതിക്കില്ലടോ.
ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ദേവിയെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് തന്നെയും കൊണ്ട് വന്നത്. എന്താ ഇപ്പം തനിക്ക് വിശ്വാസമായില്ലേ? എടോ ഡോക്ടർ ദേവിക കാരണമല്ലേടോ എനിക്ക് തന്നെ കിട്ടിയത് എന്നിങ്ങനെ മഹേഷ് പറയുമ്പോൾ ഇഷിതയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഇങ്ങനെ വരികയാണ്. എന്താ അപ്പം ഇനി ഒപ്പിച്ചിട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറയുകയാണ് നമ്മുടെ ഇഷിത. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയും സ്വപ്നവല്ലിയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ആഷിതയുണ്ട് കൂടെ. അപ്പോൾ ആഷിത സ്വപ്നവല്ലിയോട് പറയുകയാണ്, ഞാൻ ഇഷിതയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിനെന്താ, ഇഷിതയെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ആഷിതയ്ക്ക് വരാലോ, അതിനിവിടെ ഒരു തടസ്സവും ഇല്ല. ദേ അങ്ങനൊരു ഇതേ ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇഷിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനൊരു കൂട്ടെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം വലിയ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആഷിതയാണെങ്കിൽ അമ്മ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലമ്മേ, ഈ സ്വപ്നവല്ലിയമ്മയുടെ സ്വഭാവമൊക്കെ മാറിയതേ. എൻ്റെ ദൈവമേ, സ്വപ്നവല്ലിയമ്മ ഇഷിതയ്ക്ക് പാലക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴേക്കേ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റിയില്ലമ്മേ. അങ്ങനെയാണടി, കാരണം ഈ വളവളാന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിലേ ഒന്നും ഉണ്ടാവില്ല, അവർ ശുദ്ധ പാവങ്ങളായിരിക്കും. നിന്റെ അമ്മായിയമ്മ മനസ്സുനിൻ്റെ അവരെ പോലെ കുശുമ്പും കുന്നായ്മയൊന്നും ഈ സ്ത്രീക്ക് ഏതായാലും ഇല്ലെന്നേ, ഇവരെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം. ആ സമയത്താണ് നമ്മുടെ സുചിത്ര കയറി വരുന്നത്. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണല്ലേ, ഞാൻ ഏതായാലും ഇഷിതേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുള്ള കാര്യം. ഇഷിതേച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ്. അവൾ വരട്ടെ, അവളെ കാണാൻ വേണ്ടി തന്നെ ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സുചിത്ര ചോദിക്കുന്നത്, അല്ല ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യാൻ പോണ കാര്യമെല്ലാം പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ ചേച്ചിയോടും ചോദിച്ചായിരുന്നു. ചേച്ചി എന്നോട് പറയാണ്, ആ ഡോക്ടറിൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ കലക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത്. അതേത് ഡോക്ടറാണ്? ഒരു വിവരമില്ല. അപ്പം നമ്മുടെ ഇഷിത കയറി വരിക. ആഹാ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചേ ചേച്ചി നൂറിലിരിക്കായിരിക്കുമെന്ന്. അതെന്താ, ഞങ്ങൾക്ക് ഇവിടെ വന്നൂടെ? അയ്യോ വരാവേ, നീ അങ്ങോട്ട് വരുന്നില്ല, അപ്പം പിന്നെ ഞങ്ങൾക്കും കൂടി ഇങ്ങോട്ട് വരാലോ. വരേ ചേച്ചി, സമയമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങോട്ടൊന്നും വരാത്തത്. അപ്പം പ്രിയാമണിയാണെങ്കിൽ അവൾക്ക് ഇനി സമയമൊന്നും ഉണ്ടാവില്ല, നമ്മളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എൻ്റെ പ്രിയാമണി അമ്മേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ പ്രിയാമണി അമ്മേ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടേന്നേ. എന്ത് കാര്യങ്ങൾ പറയട്ടേന്ന്? നീ ചുമ്മാ വളവളാന്ന് പറയാണ്. ഇഷിത, നീ പറഞ്ഞേ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ബഹളം ഉണ്ടാക്കും. അതേത് ഡോക്ടർ? അപ്പോൾ സുചിത്രയാണെങ്കിൽ ഇതേപോലെ എന്നോടും പറഞ്ഞത്, നിങ്ങളെല്ലാവരും ബഹളം ഉണ്ടാക്കുമെന്ന്. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതൊന്നും പറഞ്ഞണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയാണെങ്കിൽ അത് വേറെ ആരുമല്ല, ഡോക്ടർ ദേവിക. ഇത് കേട്ട രണ്ടുപേരാകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ പറഞ്ഞത്? ഡോക്ടർ ദേവികയെന്നോ? അതേന്നേ, ഡോക്ടർ ദേവികയെ തന്നെയാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ആഷിതയാണെങ്കിൽ ഇതെന്താ ഇഷിത ഈ കേൾക്കുന്നത്? ഡോക്ടർ ദേവിക നിന്നോട് വലിയ ചതി ചെയ്തതല്ലേ, എന്നിട്ടും അവരുടെ മുന്നിൽ പോയാണോ നീ വേണ്ടി കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയത്? അപ്പോൾ സ്വപ്നവല്ലി വരികയാണ്. സ്വപ്നവല്ലി അമ്മേ, പറയുന്നത് കേട്ടില്ലേ? ഇഷിത കൺസൾട്ട് ചെയ്യാൻ പോയതേ ഡോക്ടർ ദേവികയുടെ മുന്നിലാണെന്ന്. മോള് സത്യമാണോ? മഹേഷ് പറഞ്ഞിട്ടാണോ? അതെ, മഹേഷ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ സ്വപ്നവല്ലിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ വേണ്ടായിരുന്നു കേട്ടോ, അവരുടെ സ്വഭാവം അറിയാലോ. സ്വപ്നവല്ലി മനസ്വിനിയും അതേപോലെ തന്നെ ഈ ഡോക്ടർ ദേവിയൊക്കെ ഒറ്റക്കെട്ടാണ്, അവർ പറയുന്നതിനനുസരിച്ചൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും നോക്കൂല അവർ. നീ എന്തിനാ മോളെ അവരുടെ മുന്നിൽ പോയി തലവെച്ച് കൊടുത്തത്? അപ്പോൾ ഇഷിതിരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. കണ്ടോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ മുഖത്ത് സന്തോഷം മാത്രമാണല്ലോ, നീ എന്താ കിടന്ന് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ ആഷിതേച്ചി, ഡോക്ടർ ദേവിക അല്ലാതെ വേറെ ഏത് ഡോക്ടറെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്നത്? വേറെ ഏതെങ്കിലും ഡോക്ടറെ എനിക്ക് മനസ്സറിഞ്ഞ് കാണാനായിട്ട് പറ്റുമോ? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാണ് ഇവിടെ നമ്മുടെ ചുറ്റിനും ഉള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടർ പോയി കണ്ട് അവർക്ക് പൈസ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയാലോ? പക്ഷേ ഡോക്ടർ ദേവിക ആദ്യം എന്നോട് ഒരു ചതിയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ഡോക്ടർ ദേവിയെ പോയി കാണുമ്പോഴും അവരെന്നെ ചതിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇനിയൊരു ചതി അവർക്ക് എൻ്റെ നേരെ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ആഷിതേച്ചി, ഞാൻ ഡോക്ടർ ദേവിക ഇങ്ങനൊരു കാര്യം ചെയ്തത് ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ എന്താകുമായിരുന്നു? ഞാനേ മനസ്വിനി അമ്മയുടെ മരുമകളായി തീർന്നാനേ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുമോ? ഇല്ലല്ലോ. എന്താ ആഷിതേച്ചി സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ
ഡോക്ടർ ദേവിക ഇങ്ങനൊരു കള്ളം പറഞ്ഞതിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പം നമ്മുടെ സുചിത്രയാണെങ്കിൽ ഉർവശി ശാപം ഉപകാരമായെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഉപകാരമായിട്ടുണ്ട്. എന്താ ആഷിതേച്ചിക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ഇപ്പൊ സന്തോഷമായി. അപ്പൊ പ്രിയാമണിക്കും അതെ. ഇപ്പൊ സന്തോഷമായിട്ടോ. മോളെ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാനാകെ പേടിച്ചു പോയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ കണ്ടോ എൻ്റെ മഹേഷേ ബുദ്ധിമാനാ. അവനൊരു കാര്യം ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല. അവൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. പ്രിയാമണിക്ക് ഇപ്പം അത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായേ. അപ്പോൾ ബാക്കി എല്ലാവരും കിടന്ന് ഭയങ്കര സന്തോഷത്തിലാ. അതെ, ഇനി കൂടുതൽ സംസാരിച്ചിരിക്കാതെ ആഷിതേച്ചി എനിക്ക് എന്താ കൊണ്ടുവന്നത്? അതിപ്പോൾ തന്നെ തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റ് എടുത്തിട്ട് ഇഷിതയുടെ വാലോചിച്ച് കൊടുക്കുകയാണ്. ഇഷിത പ്രിയാമണിക്കും ആഷിതയ്ക്കും സ്വപ്നവല്ലിക്കും സുചിത്രയ്ക്കും ഒക്കെ വാലോചിച്ച് കൊടുക്കുക. അങ്ങനെ ഇഷിതയും പ്രിയാമണിയും ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ് അവിടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. ആ സമയത്ത് ഇഷിതയുടെ ഒരു ഗിഫ്റ്റും ഉണ്ട്. ഇഷിത അത് ബാക്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് കുളിച്ച് ഷർട്ടിട്ട് കഴിഞ്ഞോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ആ ചോദ്യത്തിൽ എന്തോ ഉണ്ടല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ ഇത് പിടിച്ചേ. ഇതെന്താടോ? ഇത് എൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിൻ്റെ മുഖഭാവമാകെ ഒന്ന് മാറി. ഇങ്ങനെ ഗിഫ്റ്റ് തുറന്നു നോക്ക്. ഇതൊരു ഷർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഷർട്ട് തന്നെയാണ്. പക്ഷെ അത് തുറന്നു നോക്ക്, ഇഷ്ടപ്പെട്ടോ നോക്ക്. എടോ ഞാനേ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് ആദ്യമായിട്ടാണോ ഒരാൾ ഗിഫ്റ്റ് തരുന്നത്. ഇതെന്തായാണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. താനല്ലേ എനിക്ക് തന്നത്. അത് പറഞ്ഞാൽ പറ്റില്ല. അത് തുറന്ന് നോക്ക് മഹേഷേ. അപ്പം മഹേഷ് അത് തുറന്നു നോക്കുക. ഒരു മഞ്ഞ ചെക്ക് ഷർട്ടാണ് അതിലിരിക്കുന്നത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് വളരെ ഇഷ്ടമായി. അതെ, താനെൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് എടുത്തു തന്നേക്കണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ എനിക്കിതേ ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഈ ഒരു അനുഭവം എൻ്റെ ആദ്യത്തെ അനുഭവമാണെന്ന് പറയാ. മഹേഷേ എങ്കിലേ മഹേഷ് ആ ഒരു ഷർട്ട് ഇട്ട് എനിക്ക് കാണണം. എടോ അത് പിന്നെ നാളെ ഓഫീസിൽ പോകുമ്പോഴേ ഞാൻ ഈ ഷർട്ട് ഇട്ടേ പോകുള്ളൂ. പറ്റില്ല, ഈ ഷർട്ട് ഇപ്പം തന്നെ ഇടണം. എടോ അത് വേണം ഞാൻ ഉരുത്തരാം ഷർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ അയ്യേ വേണ്ട, ഞാൻ തന്നെ ഉരിക്കോളാം. എടോ ഇഷിതേ താനൊന്ന് പുറത്തേക്ക് പോകുമോ? അയ്യടാ ഞാനെന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതെന്താ ഇല്ലാത്തൊരു പുതുമ? നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ മഹേഷ് രണ്ടും കൽപ്പിച്ച് ഷർട്ട് ഊരിയിട്ട് ഇഷിത കൊടുത്ത് ആ ഷർട്ട് അങ്ങോട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഭയങ്കര സന്തോഷവാനാണ്. മഹേഷ് നന്നായിട്ട് ചേരുന്നുണ്ട്. അതേ ഇഷിത എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എൻ്റെ മനസ്സിനും ചേരുന്നുണ്ട്. എൻ്റെ മനസ്സ് ഇപ്പം എത്രമാത്രം സന്തോഷിക്കാമെന്നറിയാമോ? എടോ തൻ്റെ മുന്നിൽ കണ്ണ് നിറയല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്രയ്ക്കും അതിലേറെ സന്തോഷമുണ്ട് എനിക്ക്. താൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നപ്പോൾ ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയായിരിക്കോടോ എന്നൊക്കെ ഇഷിതയെ ചേർത്ത് പിടിച്ചിങ്ങനെ പറയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എടോ ഞാൻ എന്താ തനിക്ക് തരേണ്ടത്? ഇതിന് പകരം എന്താ ഞാൻ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് എനിക്കെല്ലാം തന്നിട്ടില്ലേ? സ്നേഹം, പരിഗണന, എനിക്ക് ഞാൻ ചോദിക്കുന്ന എല്ലാം എനിക്ക് തന്നിട്ടില്ലേ മഹേഷേ? അതിൽ കൂടുതൽ എനിക്ക് എന്താ ഇനി വേണ്ടത് എന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതയുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുക്കുകയാണ്. അങ്ങനെ ഇഷിതയെ ചേർത്ത് പിടിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.